ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പച്ചരി ചോറാണ്. അതിൻ്റെ റെസിപ്പി നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഒരു ഉള്ളി, 2 ഉള്ളി എടുക്കുക, കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ആവശ്യാനുസരണം ഒരു തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ പച്ചമുളക്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പച്ചരി ചോറിനുള്ള ആവശ്യത്തിനുള്ള ഒരു പച്ചരിയാണിത്. ഇത് 1.5 കപ്പ് പച്ചരിയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് കഴുകി നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇതിങ്ങനെ ഊറ്റി വെച്ചതാണ്. ഇനി അടുത്ത് നമുക്കൊരു പാത്രം വെക്കാം. ആവശ്യത്തിന് അതിൽ എണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു പച്ചരി ചോറുണ്ടാക്കാം. ഇന്നത്തെ റെസിപ്പി ഇതാണ്. നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ എണ്ണ ഒഴിക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉള്ളി ഇടണം. ഇതിലേക്ക് ശേഷം നമ്മൾ നല്ലവണ്ണം ഇളക്കി നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കും. അതിലേക്ക് നമ്മൾ തക്കാളി, പച്ചമുളക് ഇടണം. ഒന്ന് ഉടക്കും. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഒരു 1.5 സ്പൂണ് ഉപ്പിടുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി. നമ്മൾ ഒരു ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, ചെറിയ ജീരകവും പൊടിയും ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. വാടിയ ശേഷം അതിലേക്ക് അരിയിടുക. കഴുകിയ പച്ചരി ഇതിലിട്ട് വറുത്ത് നമ്മൾ അരിയിട്ട് നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആയി വറുത്തെടുക്കണം. നല്ലവണ്ണം ഒന്ന് വറുത്ത് ഇതിലൊരു മുറി ചെറുനാരങ്ങ നമ്മളതിൽ പിഴിഞ്ഞെടുക്കുക. ഇതിലേക്ക് നമ്മൾ നല്ലോണം വറുത്ത് വെച്ച പച്ചരിയാണിത്. എണ്ണയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും പച്ചരിയൊക്കെ നല്ലോണം വെളിച്ചെണ്ണയിൽ നല്ലോണം വറുത്ത് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് ഇതിലേക്ക് ഒഴിക്കുക. നമ്മൾ നല്ലവണ്ണം മൂടിയിട്ട് ഒരു വിസിൽ വന്ന് ഓഫാക്കിയിടണം. തിള വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കും. നമ്മൾ തീ ഓഫ് ചെയ്യുക. ഇഷ്ടമായ പച്ചരി ചോറ് ഇവിടെ തയ്യാറായിരിക്കുന്നു. നമ്മൾ നോക്കുക. വേണം പച്ചരി ചോറ് ഇവിടെ അടിപൊളി. നമ്മുടെ പച്ചരി ചോറും ചിക്കൻ കറിയും ഇവിടെ തയ്യാറായിരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക്, കമൻറ്റ്, ബെൽ ബട്ടൺ മറന്നുകൊണ്ട് ചെയ്യാൻ. ഓക്കെ.